കാസർഗോഡ് കീഴൂർ ഹാർബറിന് സമീപം കടലിൽ കാണാതായ പ്രവാസി യുവാവിനെ കണ്ടെത്താനായില്ല. ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിലുള്ള മുങ്ങൽ വിദഗ്ധ സംഘം അഴിമുഖത്ത് മണിക്കൂറുകൾ പരിശോധന നടത്തിയിട്ടും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. തെരച്ചിലിന്റെ വിശദാംശങ്ങളുമായി ഈശ്വർ മൽപ്പയ്ക്കൊപ്പം ഷഫീഖ് നസറുള്ള ചേരും. ശനിയാഴ്ച രാവിലെ മുതൽ കാണാതായ മുഹമ്മദ് റിയാസിനു വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നും വിഫലമാണ്. ഷിരൂരിൽ അർജുനു വേണ്ടി തിരച്ചിൽ നടത്തിയ ഈശ്വർ മൽപ്പെ ഇന്ന് കീഴൂർ ഹാർബറിലെത്തി പരിശോധന നടത്തി. മുങ്ങൽ പരിശോധന നടത്തിയതിനു ശേഷം എന്തൊക്കെയാണ് അവിടെ ഉള്ളത് എന്ന് നമുക്ക് ഈശ്വർ മൽപ്പയോട് തന്നെ ചോദിക്കാം. നിങ്ങൾ ഷിരൂരിന് ഇവിടുന്ന് എത്തി, എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ? ഇപ്പോൾ ഈ സ്ഥലം കാസർഗോഡ് തന്നെ വന്നിട്ടുണ്ട്. ನಮ್ಮ MLA അഷ്റഫ് സാർ അവർ കൂപ്പിട്ടിട്ടുണ്ട് എനിക്ക്. പിന്നെ മഞ്ചേശ്വരം MLA. അപ്പോൾ ഈ സ്ഥലത്തെ ഭാഗത്തിൽ ഞങ്ങൾ നോക്കാൻ വന്നു. ഇന്നിക്ക് 5 നാളാச்சு. ഈ എത് ബോഡി ആറാണ്ട കീഴെ വീണെങ്കിൽ 24 hours. ഇതിപ്പോൾ വെള്ളം നോക്കിയ സമയത്തിൽ എനിക്ക് ഒരു 2 നാളിലെ മേലെ പറഞ്ഞു. ഇതിപ്പോൾ ഇന്ന് കീഴെ പോയിട്ട് ആൾ 5 നാളാச்சு. ഇപ്പോൾ ഈ ആ വീണ സ്ഥലത്തിൽ ഞങ്ങൾ പിന്നെ ഒരു 700 മീറ്റർ ആയി നോക്കി, 1 കിലോമീറ്റർ 3/4 കിലോമീറ്റർ ഞങ്ങൾ നോക്കി. കീഴെ ആ കല്ല് ഭാഗത്തിൽ പിന്നെ കീഴെ ഒരു മണൽ എവിടെ ഉണ്ട് അവിടെ വരെ നോക്കി. അടിഭാഗത്തിൽ നമുക്ക് കിട്ടിയത് ചൊണ്ട ഗാളയുണ്ട്. ചൊണ്ട ഒത്തിരി കിട്ടി, ഒരു 40-50 കിട്ടി. പിന്നെ ബല പിന്നെ റോപ്പെല്ലാം കിട്ടി. പിന്നെ ആൾ കാണില്ല, ക്ലിയറായിട്ട് കാണാൻ നോക്കിയില്ലേ. വെള്ളത്തിൽ ഒരു 10 അടിയിൽ 25 അടി അത്രേ ഉള്ളൂ. അവിടെ ഒരു കീഴെ ഒരു 3/4 ഫീറ്റ് വരെ ഞങ്ങൾ അവിടെ വരെ നോക്കി, ഒന്നും കാണില്ല. ആളിന്നിപ്പോൾ വെളിയിലെ പോയിട്ട് ആൾ ഇപ്പോൾ ഞങ്ങൾ മരണപ്പെട്ട് ഞങ്ങൾ ഒരു 30-40 കിലോമീറ്റർ ദൂരത്തിലേ പോയിട്ടുണ്ട്. ഇവിടെ ഇല്ല. ഈ ഭാഗത്ത് ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ്. കണ്ടിപ്പായി ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടതിപ്പോൾ ഒരു 1/4 കിലോമീറ്റർ നോക്കി അടിയിലെ മേൽഭാഗത്തിൽ അടിഭാഗത്തിൽ നോക്കി ഒന്നുമില്ല. ഒരു 100% ആൾ അവിടെ ഇല്ല. ഇപ്പോൾ ഈശ്വർ മൽപ്പെ സൂചിപ്പിച്ചത് കഴിഞ്ഞ ശനിയാഴ്ച കാണാതായ മുഹമ്മദ് റിയാസ് ഈ ചൂണ്ടയിട്ട എന്ന് സംശയിക്കുന്ന ആ ഭാഗത്ത് അഴിമുഖത്ത് പൂർണ്ണമായും പരിശോധിച്ചും അവിടുന്ന് റിയാസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കടൽ ഭാഗങ്ങളിലേക്ക് ഇനി തിരച്ചിൽ വ്യാപിപ്പിക്കണം എന്ന സൂചനയാണ് ഈശ്വർ മൽപ്പെ നൽകിയത്. ഈശ്വർ മൽപ്പയോടൊപ്പം ഷഫീഖ് നസറുള്ള, മീഡിയ 1 കാസർഗോഡ്.